നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ഭഗവാൻ നൽകുന്ന ആ സന്ദേശങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങൾ വിചാരിക്കുന്ന പരിഗണന നൽകാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ, അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാറ്റത്തിന് സമയമാകുന്നു എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു പരിഗണന, സ്ഥാനം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് വാസ്തവം. ധനപരമായതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളതോ ആയ ചില സഹായങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ വളരെയധികം ശ്രദ്ധ നൽകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം എന്നതും വാസ്തവമാണ്. നിങ്ങൾക്ക് പലവിധ കഴിവുകൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ആ കഴിവിലൂടെ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. വളരെയധികം പ്രതീക്ഷകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഇവിടെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നത് വാസ്തവമാണ്. മാറ്റം സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു സന്തോഷകരമായ വാർത്തകൾ, ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം അപ്രതീക്ഷിതവും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതോ ആയ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു ശുഭവാർത്തയോ സന്തോഷകരമായ വാർത്തയോ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള ഒരു അവസരം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, അത് നിങ്ങൾ എപ്രകാരമാണോ പ്രതീക്ഷിക്കുന്നത് അതിലും മികച്ചതായ രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങാം എന്നത് വാസ്തവം തന്നെയാണ്. അത്തരം ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണ് എങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധം ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ആത്മാർത്ഥമായി തന്നെ ആ കാര്യങ്ങൾക്കായി നിങ്ങൾ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്.
ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യതയോടെ നിലകൊള്ളുവാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. വളരെയധികം പ്രയാസകരമാണ് എന്ന് തോന്നുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ സങ്കടങ്ങളാണ് എങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന വിഷമതകളാണ് എങ്കിലും, അത് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞ് നടക്കുവാൻ, അല്ലെങ്കിൽ ഇത്തരമൊരു വിഷമം ഞാൻ അനുഭവിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടാത്ത വ്യക്തികളാകാം. അല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നത് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ മുൻപിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നത് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുവാൻ പോലും തയ്യാറാകാത്ത സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് എങ്കിലും, ആഗ്രഹങ്ങളാണ് എങ്കിലും, പല കാര്യങ്ങളും നടക്കാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്തതോ ആയ കാര്യങ്ങളുണ്ട്. നിങ്ങളെ ഉള്ളിൽ ഒതുക്കി നിർത്തുന്ന പല വിഷമതകളും ആഗ്രഹങ്ങളുമുണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാറില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും വന്ന് ചേരുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഇതുമൂലം വളരെയധികം സങ്കടം, നിരാശ നിങ്ങൾക്കുണ്ട്, പല കാര്യങ്ങളിലുമുണ്ട് എന്നതാണ് വാസ്തവം. അതില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് അവസാനിച്ചു എന്ന് ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് തീർച്ചയായും നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ശ്രമങ്ങൾ അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് വാസ്തവം. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോലും പ്രചോദനം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈ സമയം പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത, പോസിറ്റീവായി തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മുൻപത്തെ അവസരങ്ങളാകാം, അല്ലെങ്കിൽ ഈ സമയം നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അവസരങ്ങളുമാകാം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ അതെന്തോ അത് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പലപ്പോഴുമായി നിങ്ങൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റമാണ് ഇവിടെ സംഭവിക്കുക. പല കാര്യങ്ങളിലും വിശ്വാസം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യാത്രകൾക്കുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു.
യാത്രകൾ പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. വിജയത്തിലേക്ക് നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് ചില സഹായങ്ങൾ ലഭിക്കുകയോ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമോ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ സന്തോഷം അത് നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രേരണ നിങ്ങളെ ചില കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അത് നിങ്ങൾക്ക് ദോഷകരമായി തീരുകയും ചെയ്യാം. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അതേക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ കൊണ്ടുവരേണ്ടതാണ്. പല ബുദ്ധിമോശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് ഒരു പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. അപ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം കാണാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ബുദ്ധിപരമായി മുന്നോട്ട് നീങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്കത് മുൻപ് സാധിച്ചിരുന്നില്ല എങ്കിൽ ഈ സമയം ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പുതിയ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും സംസാരം, അനാവശ്യമായിട്ടുള്ള ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തീർച്ചയായും ഏതൊരു കാര്യത്തിലും ഈ സമയം നിങ്ങൾക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പല ആഗ്രഹങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് സഫലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ചിന്താഗതികൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എങ്കിൽ അതിലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹങ്ങളെ മുറുകെ പിടിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം എന്നതും വാസ്തവമാണ്. ഈ സമയം പരിശ്രമിച്ചാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഫലം കാണാവുന്ന സാഹചര്യം ഉണ്ടാകും എന്നതും വാസ്തവമാണ്. ആഗ്രഹ സഫലീകരണത്തിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷകരമായ കാര്യം നിങ്ങളിലേക്ക് വീണ്ടും കടന്നു വരാം എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സ്വയം ചിന്തിക്കുവാൻ പല കാര്യങ്ങളിലും, അതായത് ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ കടന്ന് ചിന്തിക്കുവാൻ പല കാര്യങ്ങളിലും സാധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു കൃത്യത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്.
അതിനാൽ ഈ സമയം തീർച്ചയായും ഇത്തരം ചില ചിന്തകൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. പ്രതീക്ഷ നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ശക്തി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ വിശ്വാസം അത് എല്ലാ കാര്യങ്ങളിലും വളരെ അനിവാര്യമായ സമയമാണ്. വിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ കാര്യങ്ങൾ കടന്നു വരികയും ആ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ തീർച്ചയായും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ആ അനുഗ്രഹങ്ങൾ കൃത്യതയോടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ നെഗറ്റീവായ ചിന്തകളെ അവ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ മുന്നിൽ നിന്നും നയിക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം പങ്കിടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില വ്യക്തികളുടെ പ്രേരണ മൂലം ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനും അത് പിന്നീട് ഗുണകരമായി തീരുവാനും സാധ്യതയുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അബദ്ധങ്ങൾ അത് നിങ്ങൾക്ക് കൃത്യതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ മുൻപ് സംഭവിച്ചിട്ടുള്ളതായ അബദ്ധങ്ങൾ അത് കൃത്യതയോടെ മനസ്സിലാക്കി തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പോസിറ്റീവായ ഊർജത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.